അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു 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 ബിസ്മില്ലാഹ്. സൂഫി കാവ്യരചനകളിൽ പ്രസിദ്ധനാണ് ഉമർ ഖയ്യാം എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ഇച്ച അബ്ദുൽ ഖാദർ മസ്താൻ. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് ഭക്ഷിക്കുകയും ഏറ്റവും നല്ലത് ധരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെ ചിലർ ഭ്രാന്തൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഏറ്റവും നല്ലത് ഭക്ഷിക്കുകയും ഏറ്റവും നല്ലത് ധരിക്കുകയും ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണല്ലേ ഭ്രാന്തൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്നത്? റൂമിയെ പോലെ ലോകത്തിന്റെ നാനാഭാഗത്ത് സഞ്ചരിച്ച് ഇവിടെ കാണുന്ന ലോകത്ത് കണ്ട സർവാനന്ദങ്ങളെയും തൻ്റെ കാവ്യരചനകളിലൂടെ പ്രകീർത്തന ആസ്വാദനത്തിന്റെ സംഗീതങ്ങളാക്കി മാറ്റിച്ച ഇച്ചയുടെ സബൂൽ മതാനി എന്ന വിരുദ്ധത്തിൽ നിന്നും ഏതാനും ചില വരികളാണ് ഞങ്ങളിവിടെ ഉദ്ധരിക്കുന്നത്. സൂഫിയാക്കളുടെ ഭാഷ അതൊരു വല്ലാത്ത ഭാഷയാണ്. അവരെ ഗ്രഹിച്ചെടുക്കുന്ന മനസ്സുകൊണ്ടല്ലാതെ അതിനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. ആ മനസ്സ് നമുക്ക് അല്ലാഹു നൽകണം. അവരെ ഗ്രഹിച്ചെടുക്കാനുള്ള മനസ്സുകൊണ്ടല്ലാതെ അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ഇഷ്കിന്റെ ആൽമരച്ചില്ലുകൾ പറിച്ചെടുത്ത് പ്രണയത്തിന്റെ ഷൗക്കിന്റെ മഷിക്കുപ്പയിൽ മുക്കി എഴുതിയ വരികളാണവ. ബിസ്മില്ലാഹ് 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 ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ആമീനാ. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ആമീനാ. ബക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ആമീനാ. ബക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ആമീനാ. ബക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. ബക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മുകൾ വെറും കാരുണ്യം മാത്രമല്ല, നിർഭയത്വം കൂടിയാണ്. ആ നിർഭയത്തിൽ അതിന്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് അതിന്റെ തൊട്ടു മുന്നേയുള്ള ബാലിനൊരു പുള്ളിയും തൊട്ടപ്പുറത്തൊരു വള്ളിയും കൊടുത്ത് കീഴ്മറിച്ച് നോക്കിയാൽ അതങ്ങ് മദീന മുനവ്വറയിലെ പച്ച കുപ്പയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ വാക്കിന്റെ പരമമായ ലക്ഷ്യവും അങ്ങ് മദീന തന്നെയാണ്. നബിയെ അങ്ങയെ കാരുണ്യവാനായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല. ഇച്ചയുടെ അടുത്ത വരികളിൽ വാക്കുകൾ കൊണ്ട് പ്രവാചക പ്രഭുവിനെ വർണ്ണിക്കുന്നതൊന്ന് കണ്ടു നോക്കൂ. مقصود كلام العلا إن شاء الله أكبر مدينة إلى إن شاء الله أكبر مدينة إلى اسم الاسم محمد حبيب اللني اسم الاسم محمد حبيب اللني اسم الاسم محمد حبيب اللني എന്ന അല്ലാഹുവിന്റെ ജലാലിയത്തായ ആ ഇസ്മിന് ശേഷം അല്ലാഹു ഉടനെ പറഞ്ഞത്
മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട നാമമാണ്. അങ്ങ് മദീനയിൽ സർവാഡംബരങ്ങളോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരാജിക്കൂ എന്നാണ് കവി ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കവിയുടെ അടുത്ത വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഷജറിൽ നിണ്ട് നാലാറ് കൊമ്പുകളുണ്ട്. മീമെന്ന ഷജറിൽ നിണ്ട് നാലാറ് കൊമ്പുകളുണ്ട്. മീമിൽ വിരിഞ്ഞ കനിക്കായ്തളുണ്ട്. മീമിൽ വിരിഞ്ഞ കനിക്കായ്തളുണ്ട്. മുഹിയാദ്ദീനുമുണ്ട്, 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 മുഹിയാദ്ദീനുമുണ്ട്. മീമ് ചമഞ്ഞ മുറബ്ബിയാക്കളുണ്ട്. മീമ് ചമഞ്ഞ മുറബ്ബിയാക്കളുണ്ട്. ഓ മീമ് സാദോടും ഹാലും ഹയാത്താനടി. മീമ് സാദോടും ഹാലും ഹയാത്താനടി. മീമ് സാദോടും ദാലും ഹയാത്താനടി. തന്റെ പ്രണയിനിയായ റൂഹിനോട് പറയുകയാണ്, മുഹമ്മദിയത്ത് എന്ന മുഹമ്മദിയത്തിൽ ഞാൻ എരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ റബ്ബിന്റെ ലിഖായിലേക്കുള്ള മിഅ്റാജിലേക്കായിരിക്കും. പക്ഷേ നൂൻ എന്ന മന്ത്രവാതിലിന്റെ കവാടം തുറക്കാതെ എനിക്ക് ആ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അതിന്റെ താക്കോലാണ് നൂൻ എന്ന ആ വാതിലിന്റെ താക്കോലാണ് മീം എന്ന് പറയുന്ന മുഹമ്മദ്. മുഹമ്മദിയത്തിൽ അലിഞ്ഞു ചേരുക. മുഹമ്മദിയത്തിൽ മുത്തമിടാതെ ആർക്കാണ് ഇലാഹിയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുക? അതുകൊണ്ടല്ലേ സൂഫി കാവ്യരചനകളിൽ കേരളത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന മൻസൂർ പുത്തനത്താണി അദ്ദേഹത്തിന്റെ വരികളിലൂടെ പറയുന്നത്, എല്ലാം നിന്റെയാണ് ജല്ല. ഈ കാണുന്നതൊന്നും എന്റെതല്ല റബ്ബേ, എല്ലാം സർവാധിപതിയായ നിന്റേത് മാത്രമാണ്, നിന്റേത് മാത്രമാണ്. ഉള്ളുവില്ലാതെ തൊള്ള തള്ളാതെ, ഉള്ളുവില്ലാതെ തൊള്ള തള്ളാതെ, ചില്ലകില്ലാത്ത കള്ളിന്റെ ഹരമുള്ളെങ്കിൽ, ചില്ലകില്ലാത്ത കള്ളിന്റെ ഹരമുള്ളെങ്കിൽ, മസ്ത് ഹോ കിസ്തെങ്കിൽ മജ്ജമീ നെഞ്ചെങ്കിൽ, മസ്ത് ഹോ കിസ്തെങ്കിൽ മജ്ജമീ നെഞ്ചെങ്കിൽ, എന്റെ മുഹമ്മദീയത്തിൽ അലിഞ്ഞാൽ പിന്നെ ഒരാൾക്കും ഈ ലോകത്തുള്ള ഒരാനന്ദവും കിട്ടില്ല, ഒരാനന്ദവും കിട്ടില്ല. അല്ലാഹുവിലേക്ക് അലിഞ്ഞു കഴിഞ്ഞാൽ ആനന്ദം എന്ന് പറയുന്നത് ഓ എന്ന് പറയുന്ന പരമാനന്ദത്തിൽ മാത്രമാണ്. അതല്ലേ കന്നഡ കവി റാസിയും നമ്മളോട് പറയുന്നത്. എന്റെ എല്ലാം നിന്റെയാണ് ജല്ല. രസ്തയോ നിന്നതേ, രസ്തയോ നിന്നതേ, ഒക്കയോ നിന്നതേ, അതയോ നിന്നതേ, ലേക്ക് നീ നിന്നതേ. രസ്തയോ നിന്നതേ,
ഹക്കിന്റെ മധു നുകർന്ന് മുഹമ്മദീയത്തിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥന ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next chord letter on the stage.